നമസ്കാരം പ്രിയപ്പെട്ടവർ. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും 3-4 വീഡിയോയിൽ ഒതുക്കുകയാണ് ഞാൻ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൈകി ഇന്ന് ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കേൾക്കണം, കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നത്. മറ്റൊന്നുകൊണ്ടുമല്ല, ഒരു അദ്ഭുത ലോകത്താണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഇന്നലെ വളരെ തിരക്കായിരുന്നു. രാവിലെ 4 മണിക്ക് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടു. തൃശ്ശൂരിലേക്കാണ് പോയത്. തൃശ്ശൂരിൽ ചെന്ന് പോകുന്ന വഴിയിലാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്യുന്നത്. 2 വീഡിയോ തലേദിവസം ചെയ്തു വെച്ചതും. തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപം തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഗ്രൗണ്ടുണ്ട്. അത്രയും വലിയ ഗ്രൗണ്ട് തൃശ്ശൂരിലില്ല. ഞാൻ 11 മണിക്ക് ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ ആ പരിസരത്തേക്ക് അടുക്കാൻ പറ്റില്ല. ആയിരക്കണക്കിന് മാലാഖമാർ, നേഴ്സുമാർ, അതും ന്യൂജൻ കുട്ടികൾ, ഭൂരിപക്ഷം നേഴ്സുമാർ അവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. വലിയ പന്തൽ, ആ പന്തൽ നിറയെ ആളുകളിരിക്കുന്ന പന്തലിൽ മാത്രം ഏതാണ്ട് 10,000 പേർക്ക് സീറ്റ് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ആകെ 5,000 പേർക്കാണ് ഇട്ടത്. രണ്ടാമത് 2,000 പേരുടെ സീറ്റ് കൂടി കൊണ്ടുവന്നു. പിന്നീട് 3,000 കസേരയോട് കൊണ്ടുവന്ന് 10,000 കസേരയിട്ട പന്തൽ നിറച്ചു. എന്നിട്ട് അതിന് മുമ്പിൽ ആളുകൾ ഇരിക്കുകയാണ്, പരിസരത്ത് മുഴുവൻ ഇരിക്കുകയാണ്. കുറഞ്ഞത് 15,000 നഴ്സുമാരാണ് അവിടെ എത്തിക്കൂടിയത്. എത്തിയതിൽ 90%-ലധികവും പെൺകുട്ടികളായിരുന്നു. അതും ന്യൂജൻ പെൺകുട്ടികൾ. അതായത് ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ നഴ്സിംഗ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നഴ്സുമാർ. ഇങ്ങനെ ആൾക്കൂട്ടത്തെ നിങ്ങൾക്ക് ഒരുപക്ഷെ മലബാറിലെ മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ കാണാൻ കഴിയും, സമസ്തയുടെയും മറ്റും, അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ കൺവെൻഷനുകളിൽ കാണാൻ പറ്റും. അല്ലാതെ ഒരു സംഘടനയ്ക്കും ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ കഴിയില്ല. ഈ പരിപാടി വെറും 10 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാന്ന് ഓർക്കണം. ഒഴുകിയെത്തുകയായിരുന്നു. എന്നിട്ടും UNA എന്ന് പറയുന്ന സംഘടന ഒരു കാര്യം ചെയ്തു: ആശുപത്രികൾ സ്തംഭിപ്പിക്കരുതേ, അടിയന്തരമായ ചികിത്സ നടക്കണം. അതുകൊണ്ട് 1/3 ആളുകൾ നിർബന്ധമായും ആശുപത്രികളിൽ പണിയെടുക്കണം. അത് അവർ കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടാക്കി കൊടുത്തു. ആശുപത്രി മാനേജ്മെൻറ്റുകളോട് ഞങ്ങൾ ഇങ്ങനെയാണ് ഷെഡ്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞ് ആശുപത്രിയിലെ അടിയന്തരമായ എല്ലാ ചികിത്സകളും തുടരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. അങ്ങനെ സമരം ചെയ്യാതെ ജോലി ചെയ്ത ബാക്കി 3-2 പേർ സമരം ചെയ്തു. അതിൽ തന്നെ 15,000 പേരാണ് തൃശ്ശൂരിലേക്ക് എത്തിയത്. ബാക്കിയുള്ളവർക്ക് പണിമുടക്ക് വീട്ടിലിരുന്നു. എല്ലാവർക്കും എത്തുക പ്രയാസമാണ്. കാരണം കാസർഗോഡ് നിന്ന് ഒരു ബസ് തൃശ്ശൂരിലേക്ക് എത്താനായിട്ടുള്ള ചെലവ് 60,000 രൂപയാണ്. എന്നിട്ടാണ് ഏതാണ്ട് 200ഓളം ബസ്സുകൾ എത്തിയത്. ഏറ്റവും അധികം ആളുകൾ, ഏതാണ്ട് 3,500ഓളം പേർ പങ്കെടുത്തത് തൃശ്ശൂരിൽ നിന്നാണ്. കൊച്ചിയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെ ആയിരക്കണക്കിന് ആളുകൾ എത്തി. ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ നിന്ന് മാത്രം ഈ സമരത്തിൽ ഒരു 2,500-3,000 നഴ്സുമാർ പങ്കെടുത്തു. പങ്കെടുക്കാതെ ജോലി ചെയ്തവർ, അത് UNA-ക്കാർ പറഞ്ഞ് ജോലി ചെയ്യിപ്പിച്ചത്. അവർക്ക് നല്ല ബിരിയാണിയൊക്കെയാണ് ഇന്നലെ ആശുപത്രി മാനേജ്മെൻറ്റ് വാങ്ങിക്കൊടുത്തത്. കാരണം ഈ സമരത്തിൽ പങ്കെടുത്തവർക്ക് സാമ്പാറും തോരനും ചോറും മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് അവിടെ സാമ്പാറാണ്, നിങ്ങൾ സമരത്തിൽ പങ്കെടുത്തെങ്കിൽ ബിരിയാണിയാണ് എന്നൊരു സന്ദേശമാണ് അവിടെ മാനേജ്മെൻറ്റ് കൊടുത്തത്. പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആവേശ കൊടുമുടിയിലേറി നേഴ്സുമാരെത്തി. അവരുടെ ആവശ്യം ന്യായമല്ലേ? UNA തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് നേഴ്സുമാർക്ക് ജീവിക്കാനുള്ള വരുമാനം ഇപ്പോൾ കിട്ടുന്നത്. അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്ന സംവിധാനം ഒരുക്കുന്നത് 2011-12 കാലയളവിൽ UNA തുടങ്ങിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 13-ൽ ആദ്യമായി 10,000 രൂപ അടിസ്ഥാന ശമ്പളം പ്രഖ്യാപിക്കുന്നു. അതുവരെ 3,000-4,000 രൂപ ശമ്പളമാണ്. 10,000 രൂപ അടിസ്ഥാന ശമ്പളം പ്രഖ്യാപിക്കുന്നു. 2018-ൽ അത് 20,000 രൂപയാക്കുന്നു. അതായത് ഒരു നേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ് ജോലിക്ക് കയറിയാൽ കുറഞ്ഞത് 20,000 രൂപ കൊടുക്കണം എന്ന് നിബന്ധന വയ്ക്കുന്നു. എന്നാൽ 8 വർഷമായിട്ടും ആ അടിസ്ഥാന ശമ്പളം കൂട്ടിയിട്ടില്ല. വലിയ പ്രക്ഷോഭങ്ങൾ 2023-ൽ നടത്തി. 2023-ൽ അവർ ഉടനടി ശമ്പളം കൂട്ടുമെന്ന് പറഞ്ഞു. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. സമരം നടത്തിയത് കൊണ്ട് ഇടക്കാല ആശ്വാസം സമരം നടത്തിയവർക്ക് കിട്ടി. ഇവർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇക്കഴിഞ്ഞ ജനുവരി 28-ന് സർക്കാർ ഒരു ഉത്തരവിട്ടു: ഞങ്ങൾ ഉടനടി ഇടക്കാല ശമ്പള വർധനവ് പ്രഖ്യാപിക്കാൻ പോകുന്നു, ഞങ്ങൾ കരട് ശമ്പള വർധനവ് പ്രഖ്യാപിക്കാൻ പോകുന്നു. പക്ഷേ 1 മാസമായിട്ടും പ്രഖ്യാപിച്ചില്ല. അതുകൊണ്ടാണ് പൊടുന്നനെ തീരുമാനമെടുത്ത് സമരപ്രഖ്യാപനം നടത്താൻ അവർ രംഗത്തിറങ്ങിയത്. ആവശ്യം അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്നതാണ്. കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കുന്ന ആശുപത്രിയിൽ നഴ്സുമാർ പണിയെടുക്കുമ്പോൾ അവർക്ക് 40,000 രൂപ ശമ്പളം വേണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിനിടയിൽ സർക്കാർ പ്രഖ്യാപനം നടത്തി, ഞങ്ങൾ 60% വർദ്ധിപ്പിക്കും. ഈ 60% വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞത് എന്തിൻ്റെ അതറിയാമോ? 2013-ൽ പ്രഖ്യാപിച്ച 10,000-ന് 60% എന്ന് വെച്ചാൽ 16,000 ആക്കുമെന്ന്. ഇപ്പോൾ 20,000 ഉണ്ട്, അത് 16,000 ആക്കി കുറയ്ക്കുമെന്നായിരുന്നു മന്ത്രി ശിവൻകുട്ടിയുടെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിനെതിരെ 40,000 രൂപ ശമ്പളം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് നേഴ്സുമാർ സമരം പ്രഖ്യാപിക്കുകയായിരുന്നു. ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു. ഞങ്ങൾ 11 മണി കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഏറ്റിരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയായിരുന്നു. പക്ഷെ അദ്ദേഹം വന്നില്ല.
പകരമെത്തിയ ആളാരാണെന്നറിയാമോ? മന്ത്രി കെ രാജൻ. അതായത് ഈ മന്ത്രിസഭയിലെ ഒരംഗമായ രാജൻ സർക്കാരിനെതിരെയുള്ള സമരപ്രഖ്യാപനത്തെ പിന്തുണയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായി. അത്രയും ശക്തമായൊരു സമ്മർദ്ദ ഗ്രൂപ്പാണ് ഈ നേഴ്സുമാരുടെ സംഘടന എന്നതുകൊണ്ടാണ് മന്ത്രി രാജൻ എത്തേണ്ടി വന്നത്. ഇത് അവകാശ പ്രഖ്യാപന റാലി എന്നാണ്, സമരപ്രഖ്യാപനമായല്ല, അവകാശ പ്രഖ്യാപനമായിരുന്നു. സർക്കാരിനെതിരെ അവകാശ പ്രഖ്യാപനം നടത്തിയപ്പോൾ എത്തിയ മന്ത്രി ഇനി എങ്ങനെ പിണറായിയുടെ മുമ്പിൽ പോയി നിൽക്കുമെന്നൊക്കെ കണ്ടറിയണം. പക്ഷെ മന്ത്രിക്ക് വരാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. ആവേശത്തോട് മന്ത്രി വാഗ്ദാനം നൽകിപ്പോയി. മന്ത്രിയുടെ പ്രസംഗത്തിലെ കുറച്ചു വരികൾ കേൾക്കും. ഇത് വാക്കുകളിൽ മാത്രം പറയേണ്ട പ്രശ്നങ്ങളല്ല. നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രസക്തമായ പ്രശ്നങ്ങളോടൊപ്പം ദീർഘമായൊരു കാലം നിൽക്കാനും സമരം നടത്താനും നേതൃത്വം നൽകിയ ഒരാൾ എന്ന മാനസികാവസ്ഥയോടെ തന്നെ ഈ പ്രശ്നങ്ങൾ തീർച്ചയായും ഗവൺമെന്റിന്റെ മുമ്പിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഏറ്റവും ഉത്തരവാദിത്വ ബോധത്തോടെ അവതരിപ്പിക്കുമെന്നും തീർച്ചയായും നിങ്ങൾ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്ന അവകാശവുമായി ബന്ധപ്പെട്ട പത്രിക കേരളത്തിലെ ഗവൺമെന്റിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ കാര്യത്തിൽ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ആ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധത്തിലുള്ള ഇടപെടലുകളും നടത്താൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ ഹൃദയം തുറന്ന് ഈ അവകാശ പ്രഖ്യാപന കൺവെൻഷനിൽ അറിയിക്കട്ടെ. അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഉടനടി നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഉണ്ടായാൽ നല്ലത്. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം ബാക്കിയാണ്. ഇനി ഇത് പ്രഖ്യാപിച്ച് 60 ദിവസം പരാതികൾക്ക് വേണ്ടി കാത്തിരുന്ന് അതിനുശേഷം ഇത് നടപ്പിലാക്കാൻ സമയമുണ്ടോ? തെരഞ്ഞെടുപ്പാവില്ലേ? ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തട്ടിപ്പായിരിക്കാം ഇത്. ആ തട്ടിപ്പിനെതിരെയാണ് ഇന്നലെ സമരപ്രഖ്യാപനവുമായി നഴ്സുമാർ രംഗത്ത് വന്നത്. ജാസ്മിൻ ഷാ അത്യാവേശത്തോടു കൂടിയായിരുന്നു നഴ്സുമാരുടെ അവകാശത്തെക്കുറിച്ച് പറഞ്ഞത്. 20,000 രൂപ അടിസ്ഥാന വേതനം എന്നാ നമുക്ക് കിട്ടിയത് 2018 ഏപ്രിൽ 23-ന്. എങ്ങനെയാ അത് കിട്ടിയത്? അന്നും നമ്മൾ സമരരംഗത്തേക്ക് ഇറങ്ങി. ഏപ്രിൽ 24, 2018 കേരളത്തിലെ മുഴുവൻ ആശുപത്രികളും സ്തംഭിപ്പിച്ചുകൊണ്ട് അന്ന് സമരം നടക്കുന്ന ചേർത്തല KVM ആശുപത്രിയിൽ മുന്നിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ലോങ് മാർച്ച് നടത്താൻ തീരുമാനിച്ചപ്പോ ആദ്യമായി കേരളക്കരയിൽ ഒരു ശമ്പള പരിഷ്കരണം അർദ്ധരാത്രി 11:50 നടന്നു. അത് നഴ്സുമാരുടേതാണ്, ആരോഗ്യ പ്രവർത്തകരുടേതാണ്. നാം മനസ്സിലാക്കണം സുഹൃത്തുക്കളെ, കരയുന്ന കുഞ്ഞിന് പാലുള്ളൂ എന്ന് പഴമക്കാർ പറയും. പക്ഷെ നാം ഓരോ കാലഘട്ടത്തിലും നമ്മൾ കരുത്ത് കാണിക്കാതെ, നമ്മൾ തെരുവിലിറങ്ങാതെ ഒരാശുപത്രി മാനേജ്മെന്റും 1 രൂപ കൂട്ടിത്തരില്ല. ഇപ്പൊ പല മാനേജ്മെന്റ് പറഞ്ഞു 40,000 കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ സർക്കാർ ഉത്തരവിറക്കണം. സർക്കാരോ ഡിസംബർ 27 പ്രഖ്യാപിച്ചു 1 മാസം കൊണ്ട് ഇറക്കും. വന്നോ? 1 രൂപ പോലും കൂട്ടിയില്ല. പക്ഷെ നിങ്ങൾ കണ്ടോ, ഈ സർക്കാരിന് ഉത്തരവിറക്കാതെ ഒരടി മുന്നോട്ട് പോകാൻ കേരളത്തിലെ നഴ്സിംഗ് സമൂഹം UNM അനുവദിക്കില്ല എന്ന് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ബോധ്യപ്പെടും. പരിപാടി വൈകുന്നത് കൊണ്ട് ഇനി കുറേ പദ്ധതികൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് വലിയ പ്രസംഗങ്ങൾ പലരുടെയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചുള്ളൂ. ഒരു സ്ഥാപനം വളരണമെങ്കിൽ, ഒരു സ്ഥാപനത്തിന് ലാഭമുണ്ടാക്കണമെങ്കിൽ, ആ സ്ഥാപനം 2000 കോടി രൂപയ്ക്ക് അമേരിക്കയിലെ ബ്ലാക്ക് സ്റ്റോണിന് വിൽക്കണമെങ്കിൽ അതിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് നേഴ്സുമാരാണ്. നേഴ്സുമാരില്ലാതെ ആശുപത്രി മുതലാളിമാർക്ക് കോടികളുടെ കൊള്ളലാഭം ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ വിഹിതമല്ല, ഞങ്ങൾ ചെയ്യുന്ന പണിയുടെ കൂലിയാണ് വേണ്ടത് എന്ന് പറയുമ്പോ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റും, പറ്റിക്കുമെന്ന് പറയാൻ കെൽപ്പുള്ളവരാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീർഘിപ്പിക്കുന്നില്ല. ഈ സമരത്തിൽ പങ്കെടുക്കാൻ വരുമ്പോൾ നിങ്ങളുടെ തൊഴിലിനെ ബാധിക്കുമോ, നടപടി ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ഭയന്നിട്ടുണ്ടെങ്കിൽ, ഭയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ഉറപ്പ് പറയുന്നു, ആ ഭയമങ്ങ് മാറ്റിവെച്ചേക്കുക. നിങ്ങളുടെ ഒരു മുടിനാരിയുടെ പറിച്ചെടുക്കാൻ ഒരാശുപത്രി മുതലാളിക്കും ധൈര്യമുണ്ടാവില്ല. ജാസ്മിൻ ഷായുണ്ട്, UNA നേതാക്കളുണ്ട്, UNA എന്നൊരു സംഘടനയുണ്ട്, മറുനാടൻ മലയാളി എന്ന് പറഞ്ഞൊരു മാധ്യമ സ്ഥാപനമുണ്ട്. ഉറപ്പാണ്, നിങ്ങൾ ആരുടെയും പിടിച്ചു പറിക്കുകയല്ല. ഇവിടുത്തെ രോഗികളെ പിടിച്ചു പറിക്കുന്ന ആശുപത്രി മുതലാളിമാരോട് ഞങ്ങൾക്ക് പണിയെടുക്കുന്നതിന് കൂലി തരുമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്നവരെ നമ്മൾ ഇതിന് ഭയപ്പെടണം. ധൈര്യമായി നിൽക്കുക. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, ഈ സമൂഹമുണ്ട്. 10-25 ലക്ഷം പേരെ സ്വാധീനിക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ ദൈനംദിനം തെളിയിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പറയുന്നിടത്ത് വരും. ആ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ ഉടനെ അപ്പോഴേക്കും മുമ്പിലെല്ലാം ആൾ നിൽക്കുന്നു.
ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തൊട്ടരികിൽ ഉണ്ടാക്കിയിരിക്കുന്ന എന്താണ് 500 പേർക്ക് സീറ്റ് സൗകര്യം ഒരുക്കിയിട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നഴ്സുമാർ. അവിടേക്ക് പോകുമ്പോൾ ഇവിടെ കാലിയായിരിക്കുന്ന സീറ്റിലേക്ക് ആൾ നിറയും. കാരണം പുറത്ത് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് വന്നിരിക്കേണ്ട സാഹചര്യമാണ്. അത്രയധികം ആളുകളാണ്. അങ്ങനെ ഭക്ഷണം കഴിയും ഇതും നടന്നുകൊണ്ടിരുന്നു. ഏതാണ് 12:30 മുതൽ 3 മണി വരെ മാധ്യമങ്ങളും നഴ്സിംഗ് സമൂഹവും എന്ന വിഷയത്തിൽ ചർച്ച. ഈ ചർച്ചയുടെ മോഡറേറ്റർ ഞാനായിരുന്നു. അതിന് ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. സ്റ്റേജിൽ ഞങ്ങൾ ഇരുന്ന് മോഡറേറ്റ് ചെയ്യുമ്പോൾ ആളുകൾ എത്രയുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ചിത്രമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഡോക്ടർ SS ലാൽ, അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയേണ്ടതുണ്ട്. അദ്ദേഹം ലോകാരോഗ്യ സംഘടനയിൽ വരെ ജോലി ചെയ്ത ആളാണ്. UDFന്റെ ഹെൽത്ത് കമ്മീഷന്റെ ചെയർമാനാണ്. ഈ ലാൽ രാവിലെ മുതൽ, ഈ രാവിലത്തെ ഉദ്ഘാടന സമ്മേളനത്തിലും ഉണ്ടായിരുന്നു, ചർച്ചയിലും ഉണ്ടായിരുന്നു, സമാപന സമ്മേളനത്തിൽ രാവിലെ മുതൽ ലാൽ ഇതിനു വേണ്ടി മാറ്റിവെച്ചിരുന്നു. ഡോക്ടർ SS ലാലിന്റെ ജിൻഡോ ജോൺ ഉണ്ടായിരുന്നു. BJPയിൽ നമ്മൾ ഷോൺ ജോർജിനെയും അനൂപ് വിളിച്ചെങ്കിലും അവർക്ക് രണ്ടുപേർക്കും നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളുകൊണ്ട് എത്തിയില്ല. ശോഭാ സുരേന്ദ്രനെ എങ്ങനെയെങ്കിലും സമാപന സമ്മേളനത്തിൽ എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹവും വാശിയും ഉണ്ടായിരുന്നു. പക്ഷേ ശോഭയും എത്തിയില്ല. സുരേഷ് ഗോപിയെ രാവിലെ ഉദ്ഘാടനത്തിന് വിളിച്ചു, അദ്ദേഹവും എത്തിയില്ല. പിന്നെ ഉണ്ടായിരുന്നത് ഉല്ലാസ് ബാബു, അടിപൊളിയായിട്ട് തന്നെ ഈ നഴ്സുമാരുടെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അദ്ദേഹം എത്തിയിരുന്നു. ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഈ ഞങ്ങൾ മാധ്യമങ്ങളും നഴ്സിംഗ് സമൂഹം എന്ന വിഷയത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ചർച്ചയിലെ ഭാഗങ്ങൾ കൊടുക്കുന്നില്ല. ഒപ്പം SUCIയുടെ നേതാവായ പ്രകാശ് ഉണ്ടായിരുന്നു. ഈ 4 പേരായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത്. പ്രകാശും ലാലും ജിൻഡോയും ഉല്ലാസ് ബാബുവും, ഇത്രയും പേരായിരുന്നു. ഞാനായിരുന്നു മോഡറേറ്റർ. അത് 3 മണി വരെ നീണ്ടു. പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതികരണമായിരുന്നു. ഒരുപാട് പേർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. നിലയ്ക്കാത്ത കയ്യടിയായിരുന്നു ചോദ്യങ്ങളും ഉത്തരം വരുമ്പോൾ. 3 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് പോവേണ്ടി വന്നു. എനിക്ക് എറണാകുളം പോലീസ് സ്റ്റേഷനിൽ പോവേണ്ടതുണ്ടായിരുന്നു. ഒരു കേസുമായി ബന്ധപ്പെട്ട് കടവന്ത്ര പോലീസ് സ്റ്റേഷൻ ഒപ്പിടാൻ പോവേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ 3 മണിയായപ്പോഴേക്കും അവിടെ സ്ഥലം വിട്ടു. തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. പക്ഷേ വലിയ ട്രാഫിക് ആയിരുന്നു. അവിടുന്ന് തിരിച്ചു വരാനായിട്ട് വൈകിപ്പോയി. അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നില്ല. 4 മണിയായപ്പോഴത്തേക്ക് ഈ നേഴ്സുമാരെല്ലാവരും കൂടി വടക്കേ നടയിലേക്ക് പോയി. അങ്ങ് ആയിരങ്ങൾ അങ്ങോട്ട് രംഗത്തിറങ്ങിയപ്പോൾ പോലീസ് പാനിക്കായി. പോലീസ് ബഹളം വെക്കാൻ വന്നു, അടിച്ചോടിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഇവരാരും ഗവനിച്ചില്ല. അവിടുന്ന് വടക്കേ നടയിൽ നിന്നും സ്വരാജ് റൗണ്ട് ചുറ്റി ഈ ശക്തൻ സ്റ്റാൻഡിലേക്കുള്ള അതിഗംഭീര പ്രകടനം. ഓർക്കണം, 10-15 ആളുകൾ ഒരുമിച്ച് പ്രകടനം നടത്തി. ആരും വീട്ടിൽ പോയില്ല. 10-15 പേര് ഒരുമിച്ച് പ്രകടനം നടത്തി അവിടേക്ക് എത്തി. ഇതേ ഹാളിൽ തന്നെ തിങ്ങി നിറഞ്ഞ് വലിയ സമ്മേളനം. നിർഭാഗ്യവശാൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ആ സമ്മേളനത്തിൽ ശോഭാ സുരേന്ദ്രൻ എത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും എത്തിയില്ല. KC വേണുഗോപാലായിരുന്നു പിന്നീട് ഉദ്ഘാടകനായി വെച്ചത്. KC വേണുഗോപാൽ ഓൺലൈനായാണ് ഉദ്ഘാടനം നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് UDF അധികാരത്തിൽ വന്നാൽ UDFന്റെ പ്രകടന പത്രികയിൽ ഈ നേഴ്സുമാരുടെ 40,000 രൂപ ശമ്പളം എന്നത് ഉൾപ്പെടുത്തും. UDF അധികാരത്തിൽ വന്നാൽ 100 ദിവസത്തിനകം അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞൊരു വലിയ കയ്യടിയായിരുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾക്ക് ഈ ആവശ്യത്തെ പിന്തുണയ്ക്കാൻ കഴിയുമെങ്കിൽ വന്ന് പിന്തുണയ്ക്കാൻ തോന്നി. ഒരുമാതിരിപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും വന്നു. PJ ജോസഫിന്റെ മകൻ അപ്പു ജോസഫ് ഒക്കെ അവിടെ എത്തിയിരുന്നു. അവിടെ എത്തിയിരുന്ന എല്ലാവർക്കും അവർ പ്രസംഗിക്കാൻ അവസരവും കൊടുത്തു. 8 മണി വരെ നീണ്ടുനിന്ന ഒരു മഹാത്ഭുതമായിരുന്നു ഈ നഴ്സുമാരുടെ സമ്മേളനം. കേരള ചരിത്രത്തിൽ മതസംഘടനകളുടെയും വലിയ രാഷ്ട്രീയ പാർട്ടികളുടെയും അല്ലാതെ മറ്റൊരു സംഘടനയ്ക്കും ഇങ്ങനെ ചെയ്യാൻ കഴിയും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇതിന്റെ പ്രാധാന്യം നമ്മുടെ മാധ്യമങ്ങൾ നിർഭാഗ്യവശാൽ മനസ്സിലാക്കുന്നില്ല. പ്രാദേശികമായി ചിലർക്ക് വാർത്തകൾ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും മതസംഘടനകളുടെയും പരിപാടി കൊടുക്കുന്ന ഒരു പ്രാധാന്യവും ഇവർ കൊടുത്തിട്ടില്ല. എന്നാൽ ഈ ജാതി സംഘടനകളെക്കാൾ മതസംഘടനകളെക്കാൾ ജനങ്ങളെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള പ്രസ്ഥാനമാണ് UNA എന്നാരും മനസ്സിലാക്കുന്നില്ല. ഇത്രയും ശക്തമായ ഒരു സംഘടനയില്ല കേരളത്തിൽ. നേഴ്സുമാർക്കെന്നല്ല, ഏതെങ്കിലും ഒരു തൊഴിലിടത്തിൽ ഇത്രയും ശക്തമായ ഒരു സംഘടനയില്ല. അത്രയും ശക്തമായ ഒരു സംഘടനയായി ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അവകാശ പ്രഖ്യാപനവും സമരവുമായി നേഴ്സുമാർ മുമ്പോട്ട് പോകുന്നു. ആശുപത്രി മുതലാളിമാർ കണ്ണു തുറന്നാൽ അവർക്ക് നല്ലത്. ആരും പിന്തുണയ്ക്കാനില്ലെങ്കിലും മാധ്യമങ്ങൾ അവഗണിച്ചാലും നേഴ്സുമാർ തന്നെ മാധ്യമങ്ങളായി മാറി അവർ മുമ്പോട്ട് പോവുകയാണ്. കേരളത്തിലെ നേഴ്സുമാരുടെ അന്തസ്സ് സംരക്ഷിക്കുന്ന പ്രസ്ഥാനമായത് മാറുമ്പോൾ തുടക്കം മുതൽ ഇപ്പോൾ വരെ അവരോടൊപ്പം നിൽക്കുന്നതിൽ മറുനാടനും അഭിമാനമുണ്ട്.